ഞാൻ വളരെയധികം പാപം ചെയ്തിട്ടുണ്ടോ? താങ്കളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ താങ്കൾ എപ്പോഴെങ്കിലും ഈ ചോദ്യം സ്വയം ചോദിച്ചിട്ടുണ്ടോ? വളരെ വൈകിപ്പോയോ? ഞാൻ വളരെയധികം പാപം ചെയ്തിട്ടുണ്ടോ? ഇതിന് ഉത്തരം ലഭിക്കുവാൻ ബൈബിൾ നമ്മെ സഹായിക്കുന്നു. ഇങ്ങനെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് സമാനമായ ചോദ്യങ്ങളുള്ള ആളുകളുമായി യേശു ഇടപഴകിയിരുന്നു. വളരെയധികം പാപം ചെയ്തതായി കാണപ്പെട്ട രണ്ട് സ്ത്രീകളുടെ കഥകൾ പരിശോധിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അവരെക്കുറിച്ച് യേശു എന്താണ് പറഞ്ഞത്? ലൂക്കോസ് 7:47-48-50. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. പിന്നെ അവൻ അവളോട്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനോ സ്ത്രീയോട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. യോഹന്നാൻ 8:3-11 വരെ. ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മോശ ന്യായ പ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ചു ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. പിന്നെയും കുനിഞ്ഞു വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നിവർന്നു അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകാം, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. നമ്മോടുള്ള യേശുവിന്റെ പ്രതികരണവും ഈ സ്ത്രീകളോട് പറഞ്ഞതിൽ നിന്ന് അല്പം പോലും വ്യത്യസ്തമല്ല. ഞാനും നിങ്ങളെ കുറ്റം വിധിക്കുന്നില്ല, ഇനി പാപം ചെയ്യരുത്. പാപമോചനത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ മനസ്സിലാക്കാൻ തന്റെ ശ്രോതാക്കളെയും നമ്മെയും സഹായിക്കാൻ യേശു ഉപമകളും കഥകളും ഉപയോഗിക്കുന്നു. ലൂക്കോസ് 7:40-50 വരെ. ശീമോനെ, നിന്നോട് ഒന്ന് പറവാനുണ്ട് എന്ന് യേശു പറഞ്ഞതിന്, ഗുരു, പറഞ്ഞാലും എന്ന് അവൻ പറഞ്ഞു. കടം കൊടുക്കുന്ന ഒരുത്തന് 2 കടക്കാർ ഉണ്ടായിരുന്നു. ഒരുത്തൻ 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും കൊടുപ്പാനുണ്ടായിരുന്നു. വീട്ടുവാൻ അവർക്ക് വക ഇല്ലായകയാൽ അവൻ ഇരുവർക്കും ഇളച്ചു കൊടുത്തു. എന്നാൽ അവരിൽ ആർ അവനെ അധികം സ്നേഹിക്കും? അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ശീമോൻ പറഞ്ഞു. അവൻ അവനോട്, നീ വിധിച്ചത് ശരി എന്ന് പറഞ്ഞു. സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശീമോനോട് പറഞ്ഞത്, ഈ സ്ത്രീയെ കാണുന്നുവോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എന്റെ കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീർ കൊണ്ട് എന്റെ കാൽ നനച്ച് തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളോ ഞാൻ അകത്തു വന്നത് മുതൽ ഇടവിടാതെ എന്റെ കാൽ ചുംബിച്ചു. നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ പരിമള തൈലം കൊണ്ട് എന്റെ കാൽ പൂശി. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. പിന്നെ അവൻ അവളോട്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനോട് കൂടെ പന്തിയിൽ ഇരുന്നവർ, പാപമോചനവും കൊടുക്കുന്ന ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു തുടങ്ങി. അവനോ സ്ത്രീയോട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. യേശു കുരിശിൽ മരിക്കുന്നതിന് മുമ്പുള്ള അവസാന നിമിഷങ്ങളിൽ കുരിശിലെ കള്ളന്റെ നിത്യതയെ മാറ്റിമറിക്കുന്ന ഒരു ഇടപെടൽ നാം കാണുന്നു. ലൂക്കോസ് 23:39-43 വരെ. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ? നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞു അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുമ്പോൾ നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ
അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തു കൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്നു നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ആരെങ്കിലും അവരുടെ പാപത്തിൽ നിന്ന് പിന്തിരിയുന്നതിന് മുൻപ് അവർ നഷ്ടപ്പെട്ട ആടിനെ പോലെയാണ്. ഈ സത്യം വിവരിക്കാൻ യേശു ഉപയോഗിച്ച മറ്റൊരു ഉപമ നമുക്ക് പരിശോധിക്കാം. ലൂക്കോസ് 15:1-7 വരെ. ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ. അതിൽ ഒന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടു കിട്ടിയാൽ സന്തോഷിച്ച് ചുമലിൽ എടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചു കൂട്ടി, കാണാതെ പോയ എന്റെ ആടിനെ കണ്ടു കിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്ന് അവരോട് പറയും. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. താങ്കളെ എന്നെയും സംബന്ധിച്ച് ഇത് സത്യമാണ്. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകും. പാപം എന്താണെന്ന് നാം പരിഗണിക്കുമ്പോൾ ബൈബിളിലെ പഴയ നിയമത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കണം. ദൈവം സൃഷ്ടിച്ച മനുഷ്യരാശിയെക്കുറിച്ച് തന്റെ തികഞ്ഞ ആത്മീക നിലവാരം എന്താണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന്റെ ധാർമ്മിക നിയമം. പുറപ്പാട് 20:3-17 വരെ. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിൽ എങ്കിലും താഴെ ഭൂമിയിൽ എങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിൽ എങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമയും അരുത്. നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. ശബ്ബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. മാതാപിതാക്കളെ ബഹുമാനിക്കുക. കുല ചെയ്യരുത്. വ്യഭിചാരം ചെയ്യരുത്. മോഷ്ടിക്കരുത്. കൂട്ടുകാരന് നേരെ കള്ളസാക്ഷ്യം പറയരുത്. മോഹിക്കരുത്. ഈ കൽപ്പനകൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കണം? ബൈബിൾ പറയുന്നത് ശ്രദ്ധിക്കുക. യാക്കോബ് 2:10. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. യെഹെസ്കേൽ 18:20. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട. അപ്പൻ മകന്റെ അകൃത്യവും വഹിക്കേണ്ട. നീതിമാന്റെ നീതി അവന്റെ മേലും ദുഷ്ടന്റെ ദുഷ്ടത അവന്റെ മേലും ഇരിക്കും. മത്തായി 22:13. രാജാവ് ശുശ്രൂഷക്കാരോട്, ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവിൻ. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞു. യെശയ്യാവ് 59:2. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിക്കുന്ന ആളുകൾ കുറ്റക്കാരാണ്. കുറ്റവാളികളെ പാപികൾ എന്ന് വിളിക്കുന്നുവെന്ന് ബൈബിൾ പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെയാണ് ഇതിനെ വീക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ 10 കൽപ്പനകളിൽ ചിലത് വീണ്ടും നമുക്ക് പരിശോധിച്ചു നോക്കാം. ദൈവനാമം വൃഥ എടുക്കരുത്. ദൈവം സത്യമായും അല്ലെങ്കിൽ കർത്താവാണേ എന്നിവ ഒരു ആണയായി ഉപയോഗിക്കുന്നത് കൽപ്പന ലംഘനമാണ്. വ്യഭിചാരം. ഒരു സ്ത്രീയെ മോഹത്തോടെ നോക്കുന്നവൻ ഇതിനകം വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. മോഷ്ടിക്കുക. എന്തും മോഷ്ടിക്കുന്നത് എന്നെ ഒരു കള്ളനാക്കുന്നു. കള്ളസാക്ഷി. മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും നുണ പറയുന്നത് എന്നെ ഒരു കള്ളസാക്ഷി ആക്കുന്നു. മോഹിക്കുക. മറ്റുള്ള ആർക്കെങ്കിലും ഉള്ളത്, സ്വത്തോ സ്ഥലമോ മോഹിക്കുന്നത് എന്നെ അത്യാഗ്രഹിയാക്കുന്നു. ഞാൻ ദൈവത്തിന്റെ ധാർമ്മിക നിയമം ലംഘിച്ചു. എന്റെ മനഃപൂർവമായ പാപത്തിനുള്ള ന്യായമായ ശിക്ഷ മരണമാണ്. റോമർ 6:23 ഈ കഠിനമായ സത്യം നാം കാണുന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ഇങ്ങനെ നാം ചെറിയ കാര്യങ്ങളിൽ പോലും നാം പാപം ചെയ്യുന്നുവെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ യേശു നമുക്ക് വേണ്ടി ചെയ്തതിന്റെ വലിപ്പം മനസ്സിലാക്കുകയും ആ സത്യം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയും ചെയ്യുന്നു.
കൊലോസ്യർ 2:13-15 വരെ. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങൾ ഒക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തു മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. 2 കൊരിന്ത്യർ 5:17. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. താങ്കളുടെ രക്ഷയ്ക്കായി വിളിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം താങ്കളുടെ ഹൃദയത്തിൽ കേട്ടിട്ടുണ്ടോ? യോഹന്നാൻ 10:9. ഞാൻ വാതിൽ ആകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. നിങ്ങൾ യേശുവിനോട് അതെ ഞാൻ തയ്യാറാണ് എന്ന് പറയുമോ? അവരോട് അതെ ഞാൻ തയ്യാർ ആണ് എന്ന് പറയുന്നത് അവിടുത്തെ കുറിച്ച് നാം പുറമെ അറിയുന്നതിലും കാര്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു. യേശുവിനോട് അതെ എന്ന് പറയുന്നത് അവിടുന്ന് ആരാണെന്നും അവിടുന്ന് എനിക്കായി ചെയ്തതെല്ലാം അറിയുവാനുള്ള വ്യക്തിപരമായ പ്രതികരണമാണ്. താങ്കൾക്ക് പ്രാർത്ഥനയിൽ ദൈവത്തോട് നേരിട്ട് സംസാരിക്കുവാനും യേശുവിലേക്ക് താങ്കളെ വിളിക്കുമ്പോൾ അതെ എന്ന് പറയുവാനുമുള്ള താങ്കളുടെ ആഗ്രഹം പ്രകടിപ്പിക്കുവാനും കഴിയും. താങ്കൾ ഇപ്പോൾ യേശുക്രിസ്തുവിലും അവിടുന്ന് താങ്കൾക്കായി ചെയ്ത കാര്യങ്ങളിലും വിശ്വസിക്കുമോ? പ്രവൃത്തികൾ 4:12. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല.